ഞങ്ങളുടെ കോട്ടപ്പുറം രൂപതയുടെ പ്രൊക്കുറേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോബി കാട്ടാശ്ശേരി അച്ഛൻ, ഈ ജൂബിലി വർഷത്തിൽ അദ്ദേഹം വചനത്തെ ധ്യാനിച്ച് സ്റ്റാറ്റസ് ഇടാറുണ്ട്. നമ്മുടെ ഗ്രിമ്പാളച്ചൻ ഒരുപാട് ഈ വചനധ്യാനമൊക്കെ ഓരോ ദിവസവും അച്ഛനും ഇതുപോലെ തന്നെ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ സ്റ്റാറ്റസ് വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിലായതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഇപ്രകാരമാണ് എഴുതിയത്: യഹൂദ പാരമ്പര്യം നിർണയിച്ചിട്ടുള്ള വിജാതീയ പ്രദേശമെന്ന അതിർവരമ്പുകൾ ലംഘിക്കുന്ന യേശുവും പരമ്പരാഗത സമൂഹം സ്ത്രീകൾക്കായി കെട്ടിയിരുന്ന വിധേയത്വത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊച്ചുമകൾക്ക് വേണ്ടി പൊട്ടിക്കുന്ന സീറോ ഫിനീഷ്യൻ വംശജയും. ഞാൻ ഒന്നും കൂടി വായിക്കാം. യഹൂദ പാരമ്പര്യം നിർണയിച്ചിട്ടുള്ള വിജാതീയ പ്രദേശമെന്ന അതിർവരമ്പുകൾ ലംഘിക്കുന്ന യേശുവും പരമ്പരാഗത സമൂഹം സ്ത്രീകൾക്കായി കെട്ടിയിരുന്ന വിധേയത്വത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊച്ചുമകൾക്കായിട്ട് പൊട്ടിക്കുന്ന സീറോ ഫിനീഷ്യൻ വംശജയും. ഇതുതന്നെയാണ് വലിയ പ്രത്യാശ. മനുഷ്യൻ വരച്ചു വയ്ക്കുന്ന എല്ലാ വേലിക്കെട്ടുകളും വലിച്ചു മാറ്റുന്ന വലിയ, നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് ഈശോ എന്ന് നമ്മോട് എന്നും വിളിച്ചു പറയുകയാണ് യേശുനാഥൻ. ഈ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് വിജാതീയ സ്ത്രീയായ ഗ്രീക്കുകാരത്തിയായ ഈ സാധു സ്ത്രീ തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണം, എൻ്റെ മകൾക്ക് ഈ അശുദ്ധാത്മാവിനെ എടുത്തു കളയുവാനായിട്ട് അങ്ങ് സന്നദ്ധനാവണമെന്ന്. ഈ അച്ഛൻ അതിൻ്റെ അടിയിൽ എഴുതിയതാണ്: ദൈവകൃപകൾക്കെതിരെ അപ്രായോഗികവും കാലഘട്ടത്തിന് നിരക്കാത്തതുമായുള്ള ഏത് വേലിക്കെട്ടും പൊളിച്ച് എറിയണം. ഒരു തീവ്രവാദിയുടെ വാക്കുകളെന്ന് വേണം പറയാൻ. ഈശോ ഒരു തീവ്രവാദി ആയിരുന്നു ആ വിധത്തിൽ. നമ്മൾ ഈശോയെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ ഇന്നത്തെ ദിവസം ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സമൂഹം കൽപ്പിച്ച രീതിയിലല്ല, സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനുള്ള ചങ്കൂറ്റവും മനക്കരുത്തും ഈശോയ്ക്കുണ്ടായിരുന്നു. സുവിശേഷ മൂല്യങ്ങൾ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മാനുഷിക ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കേണ്ടതെന്ന്, അതുപോലെ തന്നെ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. സൗഖ്യത്തിനായിട്ട് കൈനീട്ടുന്നവൻ്റെ മുൻപിൽ ഒരിക്കലും മുഖം തിരിക്കാത്ത ദൈവത്തിൻ്റെ ഹൃദയവിശാലതയാണ് നാം ഈശോയിൽ കാണുന്നത്. താൻ ആരാണെന്നോ മറ്റുള്ളവർ എന്തു പറയുമെന്നോ ചിന്തിക്കാതെ ഈശോയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ സ്ത്രീ വിശ്വാസത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ആൾരൂപമാണ്. വിശ്വാസത്തിന് മാത്രമല്ല, ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ, ബോധ്യത്തോടുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമെന്നുള്ള ബോധ്യം, ഇതാണ് വിശ്വാസം. വിശുദ്ധ തോമാസ് ലീഗ അത് തന്നെയാണ് ഏറ്റുപറഞ്ഞത്. എനിക്ക് വേണ്ടി അവൻ എൻ്റെ മുന്നിൽ വരുമെന്നുള്ള വിശ്വാസം കാണിച്ചത് കൊണ്ടാണ് വിശുദ്ധ തോമാസ് ലീഗായുടെ ആ വലിയ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയുന്നത്. ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ പുണ്യങ്ങളെക്കുറിച്ച് ചെറിയ വിധത്തിൽ ധ്യാനിക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യവുമാണ്. നമുക്ക് ഈ വിശ്വാസം, നമ്മൾ പ്രത്യാശിച്ചുകൊണ്ട് ചോദിക്കുവാനുള്ള, നമ്മൾ കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇത് പറയുമ്പോൾ നാം ഓരോരുത്തരും ഈ സാധു സ്ത്രീയെപ്പോലെ പ്രത്യാശയുള്ളവരായി തീരുവാനായിട്ട് സഭ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രത്യാശ ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുവാനും
വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ജൂബിലി എന്ന് പറഞ്ഞാൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ 8 മുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7 വർഷങ്ങളുടെ 7 വർഷം, അതായത് സാബത്ത് വർഷം എന്ന് പറഞ്ഞാൽ 7 വർഷം. അങ്ങനെ 7 × 7 49 വർഷം കഴിയുമ്പോൾ 50-ാമത്തെ വർഷം ജൂബിലി ആയിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മളൊരു തിരിച്ചു നടപ്പാണ് ലേവ്യരുടെ പുസ്തകത്തിൽ ഈ ഇസ്രായേൽ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ തിരിച്ചു നടപ്പ് വെറുതെയുള്ള നടപ്പല്ല, അത് പ്രത്യാശയോടെയുള്ള തിരിച്ചു നടപ്പായിരിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ 2025 പ്രത്യാശയുടെ കവാടത്തിലൂടെ കടന്നുകൊണ്ട് മറ്റുള്ളവരെല്ലാവരെയും പ്രത്യാശയിലേക്ക് നയിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പ്രത്യാശയോടെ തിരിച്ചു നടക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഈ തിരിച്ചു നടപ്പിൽ നാം കണ്ടുമുട്ടുന്നവരെയൊക്കെ വിശുദ്ധീകരിക്കുക എന്ന വലിയ ധർമ്മമുണ്ട്, വലിയ ദൗത്യമുണ്ട്. മൂന്നാമതായിട്ട് ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളൊക്കെ മുറിപ്പെട്ടുപോയ ബന്ധങ്ങളൊക്കെ സുഖപ്പെടുത്തുവാനായിട്ടുള്ള വലിയ ഒരു ദൗത്യം കൂടി നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ പ്രത്യാശയോടുള്ള നടപ്പ് നമ്മുടെ തന്നെ ജീവിതത്തിൽ ഈ പ്രത്യാശയോടെ നടക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാണ്. വൈ ഐ ലിവ്, നമ്മൾ ചോദിക്കില്ലേ, പോസിറ്റീവ് വേ ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്? മീനിങ്, നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കൊടുക്കണം. എൻ്റെ ജീവിതം ഇവിടെ ഉടഞ്ഞു തീരാനുള്ളതല്ല. എൻ്റെ ജീവിതം സ്വർഗീയ ജെറുസലേമിനെ യാത്രയാക്കി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ജീവിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ വിജയകരമായിട്ട് നിറവേറ്റുവാനുള്ളതാണ് ബോധ്യത്തോടുകൂടി മുന്നോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്. എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുവാനായിട്ട്